എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ലോകം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രകൃതി അനുഭവിക്കുന്ന, ഈ ഭൂമി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. മാറി മാറി വരുന്ന സർക്കാരുകളെ നമ്മൾ തെറി പറയുമ്പോഴും ചീത്ത പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അക്ഷരാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ അല്ലേ ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. കാരണം സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിനല്ല ഒരു പരിധിയുണ്ട്, അതിനപ്പുറം അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നിയമപരമായിട്ട് എന്തെങ്കിലും നിയമം കൊണ്ടുവരാൻ സാധിക്കും, പക്ഷെ ആ നിയമം പാലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഞാൻ ബോംബെയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്തുകൂടി ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. ഒരു 2 മിനിറ്റ് അങ്ങ് നടന്നു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ കച്ചടവാൾട്ടി വെച്ചിട്ടുണ്ട്. ഓരോ 5 മിനിറ്റ് നടക്കുന്നതനുസരിച്ച് ദൂരത്തിൽ തന്നെ മുനിസിപ്പാലിറ്റി ഡപ്പ വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവിടെ ആ സ്ഥലം അത്രയും കെട്ടി, സിമെൻ്റൊക്കെ കെട്ടി അത്രയും പ്രദേശം ഇങ്ങനെ വിട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും വാഹനം വന്ന് അവിടെ നിന്ന് കച്ചട അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാറുണ്ട്. വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ ജനങ്ങൾ അവിടെ കൂട്ടിയിടുന്ന് എടുത്തുകൊണ്ട് വരണം. ഇങ്ങനെ മുക്കിന് ഇത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോടിക്കണക്കിന് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടുന്ന് 1 മിനിറ്റ് അങ്ങ് നടന്നാൽ, അല്ല 2 മിനിറ്റ് അങ്ങ് നടന്നാൽ മുനിസിപ്പാലിറ്റിയുടെ ഡപ്പ വെച്ചിട്ടുണ്ട്. എന്നാലും മനുഷ്യർ അതിനകത്ത് കൊണ്ടിടത്തില്ല. ഈ തൊട്ടടുത്തൂടെ ഒഴുകിപ്പോകുന്ന ഈ തോട്ടിനകത്ത് തന്നെയാണ് ആ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആൾക്കാരും നേരം വെളുക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറിനകത്ത് പഴത്തൊലി, പച്ചക്കറിയുടെ വേസ്റ്റ് എന്ന് വേണ്ട സർവത്ര വേണ്ടാത്ത വേസ്റ്റും പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി ഈ തോട്ടിനകത്ത് കൊണ്ടിടുന്നത്. മഴക്കാലമായി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്ക് നിലച്ചിട്ട് ഈ സാധനം മുഴുവൻ അതിനകത്ത് അടിഞ്ഞു കൂടി കിടന്ന് വെള്ളം ഉയർന്നിട്ട് ഓരോ റൂമിലും മുട്ടറ്റവും ഒപ്പം വെള്ളം ഈ താമസിക്കുന്ന റൂമിനകത്ത് വന്ന് കയറുമ്പോൾ പോലും ഈ അനുഭവം ഓരോ വർഷം ഉണ്ടാകുമ്പോൾ പോലും ഈ മനുഷ്യന്മാർ ചെയ്യുന്ന പണി ഇതാണ്. എന്നാലും 1 മിനിറ്റ് 2 മിനിറ്റ് നടന്നിട്ട് ആ മുനിസിപ്പാലിറ്റി വെച്ചിരിക്കുന്ന ആ ഡപ്പയിൽ കൊണ്ടയിടാനുള്ള ആ മനസ്സ് കാണിക്കത്തില്ല. മലന്ന് കടന്ന് മേളിലോട്ട് തുപ്പുമ്പോഴും അത് സ്വന്തം വായിൽ തന്നെ വന്ന് വീഴുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അത് വീണ് അനുഭവിച്ചിട്ടും പഠിക്കുന്നില്ല. ഇതാണ് മനുഷ്യർ. ഞാൻ രാവിലെ ഓരോ ദിവസവും എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യ ഈ വേസ്റ്റെല്ലാം കൂടെ പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിത്തരുമ്പോൾ ഞാൻ ഇത് തൂക്കി പിടിച്ചോണ്ട് ഈ തോടിൻ്റെ മുകളിൽ കൂടെയാണ് നടന്നു പോകുന്നത്. എന്നിട്ട് പോകുന്ന വഴിക്ക് ജോലിക്ക് പോകുമ്പോൾ മുനിസിപ്പാലിറ്റി വെച്ചിരിക്കുന്ന ആ ഡപ്പയിൽ ഇട്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോകും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ കണ്ട ആൾക്കാരെല്ലാം ഈ തോട്ടിനകത്ത് കൊണ്ട് കച്ചറയിടുന്നു. പിന്നെ നീ ഒരാൾ വിചാരിച്ച ഈ ലോകം നന്നാക്കാൻ സാധിക്കും, നീ എന്തിനാ ഇതും കെട്ടി വലിച്ചുകൊണ്ട് നടന്നു പോകുന്നത്, ഇതിനകത്ത് ഇട്ടാൽ പോരെ എന്ന്. അപ്പോഴും എന്നാ നയിച്ചത് 51 നൂറ്റാണ്ട് മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ വാക്കാണ്, അർജുന, ആര് എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ന് ചിന്തിക്കുന്നു, ഒന്നിനെക്കുറിച്ച് നീ ചിന്തിക്കരുത്. നിന്റെ കർമ്മം ധർമ്മമായി ചെയ്തുകൊണ്ട് പ്രതിഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് നിന്റെ കർമ്മം ചെയ്തുകൊണ്ട് നീ മുന്നോട്ട് പോവുക. നിനക്ക് കിട്ടാനുള്ളത് നിനക്ക് കിട്ടിക്കൊള്ളും, അവർക്ക് കിട്ടാനുള്ളത് അവർക്ക് കിട്ടിക്കൊള്ളുമെന്ന്. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം നാട്ടിൽ വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ. അണ്ണിക്കണ്ട പ്ലാസ്റ്റിക് സർവമാന സാധനങ്ങളും സ്വന്തം പറമ്പിലേക്കാണല്ലോ അതിനകത്തേക്ക് വലിച്ചെറിയുന്നു. തുണിയുടെ വേസ്റ്റ്, ഉപയോഗശൂന്യമായ തുണികളെല്ലാം പറമ്പിലേക്ക് വലിച്ചെറിയുന്നു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഇന്ന് വേണ്ട സർവമാന സാധനങ്ങളും സ്വന്തം പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ നമ്മൾ ആരെങ്കിലും ചെന്നിട്ട് ഇത് പറമ്പിൽ വലിച്ചെറിയരുത്, ഇത് പ്രകൃതിക്ക് ദോഷമാണ്, പരിസ്ഥിതിക്ക് ദോഷമാണ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച എൻ്റെ വസ്തു ഞാൻ കരമടയ്ക്കുന്നു, എനിക്ക് വേണ്ടാത്ത സാധനം എൻ്റെ സ്ഥലത്തേക്ക് ഞാൻ വലിച്ചെറിയുമ്പോൾ ഇയാൾക്ക് എന്താ ചൊറിയുന്നത്? ന്യായമായ ഒരു ചോദ്യമാണ് അയാൾ ചോദിക്കുന്നത്. കാരണം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച എൻ്റെ സ്ഥലത്ത് എനിക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ ഞാൻ വലിച്ചെറിയുന്നു, അതിന് ആർക്കെന്താണ് ദോഷം? പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുമ്പോഴാണ് അത് എൻ്റേത്. പ്രകൃതിയുടെ കാഴ്ചപ്പാടിൽ അത് എൻ്റേതല്ല, നിങ്ങളുടേതല്ല, ആരുടേതുമല്ല, അത് മുഴുവൻ പ്രകൃതിയുടേതാണ്. പ്രകൃതിയിലുള്ള സർവമാന ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്. നമ്മൾ വലിച്ചെറിയുന്ന നമ്മുടെ ഭൂമിയിൽ പോലും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായിട്ടുള്ള ലക്ഷോപലക്ഷം കീടാണുക്കളുണ്ട്. അതുങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ പ്രകൃതിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ തുടിപ്പും താളവും നിലനിൽക്കുന്നത്.
12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും 10 ലക്ഷം തരത്തിലുള്ള അതിസൂക്ഷ്മ കീടാണുക്കളും 800 കോടി മനുഷ്യരും ഏതാണ്ട് ഏകദേശം ഉള്ള ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമൊക്കെ അതിലൊരു മനുഷ്യൻ മാത്രമാണ്. ഈ പറയുന്ന ജീവജാലങ്ങൾക്കെല്ലാം ഈ പ്രകൃതിയിലുള്ള സർവമാനം സാധനങ്ങളിൽ നമുക്കുള്ള അതേ അവകാശം ഈ പ്രകൃതി കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. കുളത്തിനകത്തിറങ്ങി വല വീശി മീൻ പിടിക്കാൻ വരുന്ന മുക്കുവൻ, ആ മുക്കുവനെ കണ്ടപ്പോൾ ഒരു മത്സ്യം ദൈവത്തോട് വിളിച്ചു ചോദിച്ചു, ദൈവമേ ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എവിടെ പോയി നിൽക്കും, എന്നെ ഇവൻ പിടിച്ചുകൊണ്ട് പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ ആ മുക്കുവൻ്റെ പാദത്തോട് ചേർന്ന് നിൽക്കുക, നീ ആ മുക്കുവൻ്റെ കാലിൽ ചെന്നിട്ട് ആ കാലിൽ പറ്റി ചേർന്ന് പാദത്തോട് ചേർന്ന് പിടിക്കുക, നീ വലയിൽ പെടില്ല എന്ന്. നമ്മൾ ഓരോ നെറികേടുകളും ചെയ്യുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കുമ്പോൾ ഉരുൾപൊട്ടലായി, വെള്ളപ്പൊക്കമായി, പേമാരിയായി, ഭൂമികുലുക്കമായി, കൊടുങ്കാറ്റായി തിരിച്ചടിക്കുമ്പോൾ ഞങ്ങൾ ദൈവമേ ഞങ്ങളിനി എന്ത് ചെയ്യും എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ മത്സ്യത്തിന് കൊടുത്ത അതേ മറുപടി ആയിരിക്കും ദൈവം തരുന്നത്. നീ പ്രകൃതിയോട് ചേർന്ന് നിൽക്കൂ, നീ പ്രകൃതിയെ ആലിംഗനം ചെയ്ത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കൂ, പ്രകൃതി നിന്നെ കൈവെടിയില്ല എന്ന്. നമുക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നത് പ്രകൃതിയാണ്, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരുന്നത് പ്രകൃതിയാണ്, നമുക്ക് കുടിക്കാനുള്ള വെള്ളം തരുന്നത് പ്രകൃതിയാണ്. ഈ പ്രകൃതിയോളം വലിയൊരു ശക്തി ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല. ഈ പ്രകൃതിയോളം വലിയൊരു ദൈവവും ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക, പരമാവധി പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നത് ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കൂ, പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചാൽ ഹരിതസേന പ്രവർത്തകർ വരുമ്പോൾ അവരെടുത്തുകൊള്ളും. പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കുപ്പിച്ചില്ല, ഇത് സാധനങ്ങളെല്ലാം വീടിൻ്റെ ഒരു സൈഡിൽ ഒരു ചാക്കിനകത്ത് ഒരു ഡപ്പയിലൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് സാധനങ്ങൾ എടുക്കാൻ വരുന്നവരുണ്ട്, ആക്രി വാങ്ങിക്കാൻ വരുന്നവരുണ്ട്, അവർക്ക് കൊടുത്ത് അവരെടുത്തുകൊള്ളും. മിച്ചം വരുന്ന നമുക്ക് വേണ്ടാത്ത തുണികളെല്ലാം മാസത്തിൽ ഒരു പ്രാവശ്യം, 6 മാസം കൂടുമ്പോൾ, വർഷത്തിൽ ഒരു പ്രാവശ്യം കൂത്തിയിട്ട് കത്തിച്ച് കളഞ്ഞാൽ അതും പ്രകൃതിക്ക് ഒരു ദോഷം സംഭവിക്കുന്ന ക്ലീൻ ആകും. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതല്ലേ അത്? നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതല്ലേ അത്? പ്രകൃതിയോട് നമുക്കൊരു പ്രതിബദ്ധതയില്ലേ? നമ്മൾ മനുഷ്യൻ ഈ ഭൂമിയിൽ ഒന്നുമല്ല. ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാരെ മുഴുവൻ തുടച്ചു നീക്കിയാലും ഒരു മനുഷ്യന് ഭൂമിയിൽ ഇല്ലാത്ത അവസ്ഥ വന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയിലുള്ള ഒരു ജീവജാലങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല. അവർ നല്ല സുഖമായിട്ട് ജീവിക്കും. പക്ഷേ ഈ പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് 1 മാസം പോലും ജീവിക്കാൻ കഴിയില്ല. ചിന്തിക്കുക, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക, പ്രകൃതി നമ്മളെ ചേർത്ത് നിർത്തിക്കൊള്ളും, ഒരാപത്തും സംഭവിക്കാതെ എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.